ഹലോ, സമയം 6 മണി കഴിഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണേ. രാവിലെ പോയാൽ ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങ് എത്താമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. നാട് എവിടെയാണെന്നല്ലേ? കോതമംഗലം. കോതമംഗലത്ത് കോട്ടപ്പടിയാണ് ഞങ്ങളുടെ നാട്. അന്ന് രാവിലെ തന്നെ നമ്മൾ പോവുകയാണ്. ഇപ്പോഴത്തെ ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങോട്ട് എത്താം. അതുകൊണ്ടാണ്. പിന്നെ ഉച്ചയായാൽ വെയിൽ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ രാവിലെ തന്നെ പോകുന്നതാണ് ഇത്. അതുമല്ല, നമുക്ക് ഇനി അമ്പലത്തിലൊന്ന് പോകണേ. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അവിടെ 8 മണി വരെയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോയാൽ തൊഴാനൊക്കെ പറ്റും. അങ്ങനത്തെ നമ്മൾ പോവുകയാണ്. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി. കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രമാണ് നമ്മുടെ കുടുംബക്ഷേത്രം. അമ്പലത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ. ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അത് കഴിഞ്ഞ് അവിടെ തൊഴുത് കഴിഞ്ഞ് അടുത്ത് വേറെ അമ്പലമുണ്ട്, ശിവൻ്റെ നൂലേലി. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ പോവാൻ എന്തായാലും രാവിലെ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ ഒരമ്പലത്തിലൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോവാണ്. കുറച്ച് ഞാൻ അവിടെയൊക്കെ എടുത്തോളേ. അത് കഴിഞ്ഞ് നമ്മളത് തൊഴുതിട്ട് വീട്ടിൽ തിരിച്ച് വന്ന് നമ്മൾ 2 ആഴ്ചയായി വീട് പൂട്ടിയിട്ടിട്ട് ഗൈസ്. അതുകൊണ്ട് മൊത്തം പൊടിയാണ്. മാവുള്ളതുകൊണ്ട് മാവിൻ്റെ ഇലയും മൊത്തത്തിൽ മറ്റേ പൂ പൊഴിഞ്ഞതും എല്ലാം റബ്ബറിൻ്റെ എല്ലാം ആയിട്ട് കണ്ടോ, മുറ്റം വൃത്തികേടായിട്ട് കിടക്കുക. വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറി അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ക്ലീൻ കഴിഞ്ഞാൽ കുറച്ചൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ. മുറിയൊക്കെ കണ്ടോ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക. കഴിഞ്ഞാൽ അതൊക്കെ വൃത്തിയാക്കണം. വന്ന വഴി നമ്മളിങ്ങനെ കുറേ പണികളായിരുന്നു. അടിച്ചു വാരി തുടച്ച് തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞത് നമ്മൾ റെഡിയായിട്ട് പുറത്ത് പോവുക, അതായത് കോതമംഗലത്ത് പോവുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസിൻ്റെ പേരൊന്ന് മാറ്റണം. അച്ഛൻ്റെ പേരിലായിരുന്നു ഗ്യാസേ. അപ്പോൾ ആ പേരൊന്ന് മാറ്റി അമ്മയുടെ പേരിലോട്ടാക്കണം. ഇന്നാണ് ആകെ ഒരു സമയം കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫീസിൽ പോവുകയാണെ കോതമംഗലത്തെ. അങ്ങനെ ഇന്ത്യൻ്റെ ഓഫീസിലൊക്കെ ചെന്ന് അവിടെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഫോം ഫില്ല് ചെയ്യലും ആധാറിൻ്റെ കോപ്പിയൊക്കെ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഫുഡ് അടിച്ചു. അതിൻ്റെ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ റിലയൻസിൽ വന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു വീട്ടിലോട്ട്. 2 ദിവസം നമ്മളിവിടെ കാണുമല്ലോ. അങ്ങനത്തെ കുറേ സാധനമൊക്കെ മേടിച്ചു. ഒന്നും മേടിക്കാനില്ല, വളരെ കുറച്ച് എന്തൊക്കെയോ മേടിക്കാനാന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ അവിടെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഓരോന്ന് മേടിക്കുമല്ലോ. ഒന്നും മേടിക്കാനില്ലെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാണുന്നത്. ട്രോളി ഫുള്ളായി. അങ്ങനത്തെ ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. മണിക്കുട്ടിയുടെ കയ്യിലാണെങ്കിൽ മൊത്തം ചോക്ലേറ്റാണ്. മണിക്കുട്ടിയുടെ കണ്ണിപ്പെടുന്ന മൊത്തം ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ, എന്തെങ്കിലും ഒരു ബോട്ടിലോ ഡ്രിങ്ക്സോ മേടിച്ചാൽ അതിൻ്റെ കണ്ടൻറ്റ് വായിച്ചിട്ട് എവിടെ എടുക്കുകയുള്ളൂ ഗൈസ്. നിങ്ങളും അങ്ങനെയാണോ? അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. കുറേയൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല കേട്ടോ, വ്ളോഗൊന്നും ചെയ്തില്ല. അത് നമ്മൾ വീട്ടിലെത്തിയിട്ട് മൊത്തത്തിൽ ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.